പ്രത്യേക അന്വേഷണ സംഘം അങ്ങേറ്റം നിർണായകമായ നടത്തിയ ഈ കണ്ടെത്തലുകൾ, ആ കണ്ടെത്തലുകൾ സംബന്ധിച്ച കോടതിയുടെ ഒരു നിഗമനം ഇന്നുണ്ടാകുമെന്ന് കരുതാം. വളരെ സുപ്രധാനമായ നീക്കമാണ്. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. ആജ്ഞ ഒരു ഇടക്കാല വിധി അത് നമുക്ക് പ്രതീക്ഷിക്കാമോ? അത് തന്നെയാണോ കോടതി പറയുന്നത്? കാരണം ഇന്നലെ തന്നെ കോടതി ഇതിൽ നടത്തിയ ചില നീക്കങ്ങൾ അസാധാരണത്വം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീക്കം കോടതിയിൽ നിന്നുണ്ടാകുമോ? സജിത്ത്, അന്വേഷണം ശരിയായ ദിശയിലെന്ന് തന്നെയാണ് കോടതി വിലയിരുത്തുന്നത്. കോടതി ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ശബരിമല സ്വർണ്ണ കൊള്ളയിൽ രണ്ടാം തവണയാണ് ഈ അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുന്നത്. അത് പരിശോധിച്ച ശേഷവും അന്വേഷണ ഉദ്യോഗസ്ഥരായ ADGP എച്ച് വെങ്കടേഷിന്റെയും അതുപോലെ SP ശശിധരന്റെയും വേർഷൻസ് കേട്ട ശേഷമാണ് കോടതി ഇതിൽ ഇടക്കാല ഉത്തരവ് പറയുന്നത്. അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘത്തോട് പറയുന്നതും. അതല്ലെങ്കിൽ അന്വേഷണം കേട്ട ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അടച്ചിട്ട കോടതി മുറിയിലാണ് ഇതിന്റെ പ്രൊസീഡിങ്സ് നടക്കുന്നത്. അതിനുശേഷമുള്ള കോടതിയുടെ, അതായത് ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് വായിച്ച ശേഷവും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗം കേട്ട ശേഷവും നിലവിൽ ഇതുവരെയുള്ള, അതായത് എൻവാസുവിൽ എത്തി നിൽക്കുന്ന അന്വേഷണ സംഘത്തിന്റെ പരാമർശങ്ങൾ ഉൾപ്പെടെ കേട്ട ശേഷവും അത് വിലയിരുത്തിയ ശേഷവുമാണ് കോടതിയുടെ വിധിന്യായം പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ഇടക്കാല ഉത്തരവ് ഈ വിഷയത്തിൽ കോടതി പറയുകയാണ്. അത് വിവരങ്ങൾ, അതായത് ഇടക്കാല ഉത്തരവിലുള്ള അന്വേഷണം ശരിയായ ദിശയിലെന്ന് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം. എന്തായാലും ഈ അടച്ചിട്ട കോടതി മുറിയിലുള്ള പ്രൊസീഡിങ്സ് ആയതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ്. നിലവിൽ നമുക്ക് ലൈവായത് കേൾക്കാൻ കഴിയില്ല. അല്പസമയത്തിനുള്ളിൽ കോടതിയുടെ വിശദാംശങ്ങൾ ലഭിക്കുമെന്നാണ്. അതേസമയം ദേവസ്വം ബോർഡിനെ അങ്ങേയറ്റം വലിയ വിമർശനമാണ് ദേവസ്വം ബോർഡിനെതിരെ കോടതി ഉന്നയിക്കുന്നത്. ഇടക്കാല ഉത്തരവിൽ തന്നെയാണ് ദേവസ്വം ബോർഡിനെതിരെ വലിയ വിമർശനവുമായി കോടതി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ, അതായത് അന്വേഷണം ഏത് ദിശയിലേക്ക് പോകണം, ഇനി എന്താണ് തുടർ നടപടികൾ, ആരെയൊക്കെ ഉൾപ്പെടുത്തണം, അതല്ലെങ്കിൽ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഉന്നതരുണ്ടെങ്കിൽ അവരുടെ മേലുള്ള നടപടിക്രമങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ SIT മുന്നോട്ട് കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതേസമയം ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ശരിയായ രീതിയിലല്ല എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. മിനിറ്റ്സ് ക്രമരഹിതമാണ് എന്ന് തന്നെയാണ് നിരീക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടും മറ്റൊരു ഹർജിയിൽ കോടതി പറഞ്ഞിരുന്നത്, അതായത് ഇതിന്റെ ഡിജിറ്റലൈസേഷൻ, അതായത് കോടതി ദേവസ്വം ബോർഡിലെ എല്ലാ രേഖകളും ഡിജിറ്റലൈസ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള മാസ്റ്റർ പ്ലാൻ അടിയന്തരമായി തയ്യാറാക്കണമെന്നും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. റെസിപ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും കടലാസിൽ എന്തുകൊണ്ടാണ് കുറിക്കുന്നത്, അത് കള്ളത്തരം കാണിക്കാൻ എളുപ്പമല്ലേ എന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഡിജിറ്റലൈസേഷൻ, കമ്പ്യൂട്ടർവൽക്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് രേഖപ്പെടുത്തിയതിൽ വലിയ വീഴ്ചയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മിനിറ്റ്സ് ക്രമരഹിതം എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ടത്തിൽ 2019 അതായത് സ്വർണ്ണ പാളി പുറത്തേക്ക് കൊണ്ടുപോയി തിരിച്ചെത്തിക്കാൻ അടിയന്തരമായി കഴിയില്ല എന്ന് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ 2019 മുതലുള്ള റിപ്പോർട്ടുകൾ, മഹസൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാനായിരുന്നു. ആ സമയത്തും കോടതി ഈ മിനിറ്റ്സ് കൃത്യമായിരുന്നില്ല എന്നൊരു നിരീക്ഷണം നടത്തിയിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോഴും ദേവസ്വം ബോർഡിനെതിരെ കോടതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ ഇടക്കാല ഉത്തരവിൽ ദേവസ്വം ബോർഡിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന പല രേഖകളും കൃത്യമല്ല. അതിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടിവരുമെന്ന് കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നതാണ്. ഇപ്പോൾ മിനിറ്റ്സും ക്രമരഹിതമാണെന്ന് കോടതി ദേവസ്വം ബോർഡിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്തായാലും മിനിറ്റ്സിൽ വൻ വീഴ്ചയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്, SIT കണ്ടെത്തിയിരിക്കുന്നതും. SIT ഇടക്കാല റിപ്പോർട്ടിൽ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. മിനിറ്റ്സിൽ വൻ വീഴ്ചയാണ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് കോടതിയിൽ ഇന്ന് അന്വേഷണ സംഘം കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് രാജ വിജയരാഘവന്റെയും ജസ്റ്റിസ് KV ജയകുമാറിന്റെയും ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അടച്ചിട്ട കോടതി മുറിയിൽ അങ്ങേയറ്റം രഹസ്യമായി തന്നെയാണ് ഈ കാര്യങ്ങൾ, പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് കോടതി വിലയിരുത്തുന്നു. ആ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുപോലെ വളരെ സുപ്രധാനമായ ഒരു കാര്യം, ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിൽ ഉണ്ടല്ലോ.
അതിലുണ്ടാവാത്ത രൂക്ഷമായ പരാമർശങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് കൈമാറിയിട്ടുണ്ടാവില്ലേ? അതുകൊണ്ട് കൂടിയല്ലേ ഈ ദേവസ്വത്തിന്റെ വീഴ്ചകൾ കൃത്യമായി പരാമർശിച്ചുകൊണ്ട് ഈ കോടതിയിൽ നിന്നും ചില നിരീക്ഷണങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണം? മിനിറ്റ്സിലെ ചില പിഴവുകൾ നേരത്തെ വിജിലൻസിന്റെ കണ്ടെത്തലുകൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറമുള്ള ചില കണ്ടെത്തലുകൾ ഈ പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് മുന്നിൽ കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണല്ലേ? തീർച്ചയായിട്ടും സജിത്ത്, കാരണം ആദ്യ ഘട്ടത്തിൽ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് 2019 അതിൽ ദേവസ്വം കമ്മീഷണർ അടക്കം ദേവസ്വം ബോർഡിന്റെ അടക്കമുള്ള വീഴ്ച കോടതിയിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ബോർഡിനും ഉണ്ടായിരുന്നത് ഇത്തവണ സ്വർണ്ണ പാളി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ തിരുവാഭരണം കമ്മീഷണറുടെ മാത്രം സാന്നിധ്യമാണ് ഉറപ്പുവരുത്തിയിരുന്നത്. ദേവസ്വം കമ്മീഷണറുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അറിയിക്കാതെയോ രഹസ്യമായി കൊണ്ടുപോയി സാഹചര്യങ്ങൾ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് സംഭവിച്ച വീഴ്ചകൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അത് കൃത്യമായി കോടതി അക്കാര്യത്തിൽ ആ വീഴ്ച രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷമായിരുന്നു ഈ മഹസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി തന്നെ നേരിട്ട് രൂപീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയത്. അപ്പോഴും കോടതി മുന്നോട്ട് വെച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലാത്തത് കൊണ്ട് തന്നെ ഈ അന്വേഷണം അങ്ങേയറ്റം രഹസ്യ സ്വഭാവമുള്ളതായിരിക്കണം. കോടതി മാത്രം ഈ കാര്യത്തിൽ ഇത് അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു നീക്കവും അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. എന്തായാലും ദേവസ്വം ബോർഡ് തുടക്കം മുതൽ തന്നെ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകൾ നമുക്കറിയാം. കഴിഞ്ഞ റിപ്പോർട്ടിൽ പോലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സ്വർണം പൂശാൻ പാളി പുറത്തേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് അടിയന്തിരമായി തിരുവാഭരണം കമ്മീഷണർ ലെറ്റർ മാറ്റി എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വരെ കോടതി വിധി ന്യായത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. ഇടക്കാല ഉത്തരവിൽ കോടതിയുടെ വിധിയിൽ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു. അപ്പോഴും കഴിഞ്ഞ തവണ ആദ്യത്തെ തവണത്തെ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ച ശേഷം വിധിന്യായത്തിൽ കോടതി വലിയ വിമർശനമായിരുന്നു ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ നിലവിലത്തെ ദേവസ്വം പ്രസിഡന്റിനെതിരെ PS പ്രശാന്തിനെതിരെ ഉന്നയിച്ചത് വലിയ വിമർശനമായിരുന്നു. അത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ പിഴവിനെയും വീഴ്ചയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വലിയ വിമർശനങ്ങളുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഈ 2019 മുതൽ ഇങ്ങോട്ടുള്ള 2019 മഹസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴും ഈ മിനിറ്റ്സിലെ വീഴ്ച അന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. ഇപ്പോഴും കൃത്യമായി ഈ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് രേഖപ്പെടുത്തുന്നില്ല എന്നൊക്കെ തന്നെയാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇടക്കാല ഉത്തരവ് പറയുകയാണ് കോടതി. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിമർശനത്തിന് മുന്നിൽ നിൽക്കുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണ്. സജിത്ത്, യെസ്, ഇത് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ അന്വേഷണ സംഘം കണ്ടെത്തുന്നു. അത് കോടതിയുടെ ഇടക്കാല റിപ്പോർട്ടിൽ കൂടി പരാമർശിക്കപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, മിനിറ്റ്സിലെ ക്രമക്കേടുകളാണ്. മിനിറ്റ്സ് കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്ന കാര്യമാണ്. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 28 ശേഷം മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന കണ്ടെത്തൽ കൂടി അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. അത് കോടതി ഇത് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ശ്രീകോവിലിന്റെ വാതിൽപ്പാളിയുടെ അറ്റകുറ്റപ്പണിയിലും ക്രമക്കേട് നടന്നു എന്ന കാര്യം കൂടി കോടതി പരാമർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശാസ്ത്രീയ അന്വേഷണത്തിന് കൂടുതൽ അനുമതി നൽകുകയാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ ശാസ്ത്രീയ അന്വേഷണം എങ്ങനെ നടക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ സംഘം കൂടുതൽ സമയം ആവശ്യപ്പെട്ടത് ഒരു പക്ഷേ അത്തരം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാവാം, ആവശ്യം ഉള്ളതുകൊണ്ട് കൂടിയാവാം. എന്തായാലും അത് സുപ്രധാന നീക്കം കൂടിയായി മാറുകയാണ്. അതിനപ്പുറം രാഷ്ട്രീയ നേതൃത്വത്തെ പരാമർശിക്കുന്ന എന്തെങ്കിലും നീക്കം ഉണ്ടാകുമോ? ഞാൻ ഒരു കാര്യം, ഈ അന്വേഷണ റിപ്പോർട്ടിൽ സ്വാഭാവികമായും ഉദ്യോഗസ്ഥ പിഴവുകൾ, മിനിറ്റ്സിൻ്റെ പിഴവുകൾ, ഇതൊക്കെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളായി പരാമർശിക്കുന്നതിനപ്പുറം അന്നത്തെ ബോർഡ് ഭരണസമിതി അംഗങ്ങളിലേക്ക് എത്ര കണ്ട് നേരിട്ട് വരുന്നു എന്ന ചോദ്യമാണ്. അതിൽ വാസുവിൻ്റെ പേര് നമ്മൾ കഴിഞ്ഞ ദിവസം പരാമർശിച്ചതാണ്. അതിനപ്പുറം മറ്റു പേരുകളോ മന്ത്രികയെ പരാമർശിക്കുന്നതോ പോലെയുള്ള ചില നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കോടതി പരാമർശിക്കാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായിട്ടും സജിത്ത്, കാരണം ഇനിയിപ്പോൾ വാസുവിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കണ്ട് അതിൽ കൂടുതൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, ഉന്നതരായ ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഈ നേരത്തെ ബോർഡ് അംഗങ്ങളായിരുന്ന ആളുകൾ, അത് രാഷ്ട്രീയ നിയമനങ്ങളാണല്ലോ, അത്തരം ആളുകളുടെ ഇടപെടലുകളും സാമീപ്യവും ഒക്കെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ, ഇതിന്റെ സഹായത്തിനൊക്കെ അത്തരം ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ SIT കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ പരാമർശിക്കുകയും കോടതി അത് വ്യക്തമായി പരാമർശിക്കുകയും ചെയ്യും.
അതുമാത്രമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിറ്റ്സിൽ പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴും നന്ദൻ എന്ന് പറയുന്ന ഒരാളെ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ അളവെടുക്കാൻ ദേവസ്വം ബോർഡ് നിയോഗിച്ചിരുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നിയോഗിച്ചിരുന്നു എന്ന് കോടതിയിൽ SIT വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നട തുറന്നിരുന്ന സമയത്താണ് ഈ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റി അളവെടുത്തത് എന്നുള്ള കാര്യം SIT ഈ കോടതിയിൽ ബോധ്യപ്പെടുത്തിയത്. ശരിക്കും അത് വിശ്വാസത്തെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസികളെ, ഇത് പൂർണ്ണമായും വിശ്വാസികളെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടും വിശ്വാസത്തെ മാനിക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു കാര്യം കൂടി ദേവസ്വം ബോർഡ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം ദേവസ്വം ബോർഡിനെതിരെ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കോടതി ഇടക്കാല ഉത്തരവ് പരാമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ മന്ത്രിതലത്തിലായാലും അല്ലാതെ ആയാലും പാർട്ടി തലത്തിലായാലും ഉള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെയായിരിക്കും ഒരു പക്ഷേ അടുത്ത നിരീക്ഷണവും അതായിരിക്കും. അത് SIT ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള ഇടക്കാല ഉത്തരവിൽ അത്തരം പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ കോടതി ശക്തമായി ആഞ്ഞടിക്കാനും സാധ്യതയുണ്ട്. സജിത്ത്, എന്തായാലും കോടതിയിൽ നടക്കുന്ന സുപ്രധാനമായ നീക്കമാണ്. ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഇടക്കാല ഉത്തരവാണ് കോടതി പറയുന്നത്. ഇത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കൂടി കോടതി ഈ ശബരിമല വിഷയത്തിൽ വിധി പറയുമ്പോൾ, നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ തുടർചലനങ്ങളും ചെറുതല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്കിതിൽ ഒരു ഉത്തരവാദിത്വവുമില്ല, അന്നത്തെ ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച പറ്റിയത് എന്നതാണ് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വിശദീകരണം. മന്ത്രിമാരടക്കം അന്നത്തെ ദേവസ്വം മന്ത്രിമാരും ദേവസ്വം പ്രസിഡന്റും ഒക്കെ വാദിക്കുന്ന വാദം അതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില കണ്ടെത്തൽ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. അവിടെയാണ് ദേവസ്വം കമ്മീഷണർ സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 3ാം പ്രതിയായി N വാസുവിനെ ഉൾപ്പെടുത്തിയത് കൂടി അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. അങ്ങനെ ഈ നീക്കം സുപ്രധാനമാണ്. അന്വേഷണ സംഘം നടത്തുന്ന നീക്കങ്ങൾ, എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ നീക്കത്തിൽ കോടതി പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം ശരിയായ നിലയിൽ എന്ന വിലയിരുത്തൽ തന്നെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ എന്ത് എന്നതുകൂടി പ്രസക്തമായ കാര്യമാണ്. ആജ്ഞ, ഒരു കാര്യം കൂടി, നമ്മുടെ മുന്നിൽ ഇതുവരെ ചിത്രത്തിലുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പ്രധാനപ്പെട്ട വ്യക്തി, ഇയാൾ ബന്ധപ്പെട്ട മറ്റ് ആളുകൾ, ഇതിനപ്പുറം ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ ചില പിഴവുകൾ.